സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇപ്പോൾ കൊണാമിയുടെ 30th ആനിവേഴ്സറിയുടെ ക്യാമ്പയിൻ നടക്കുകയാണ്. സോ ആ ക്യാമ്പയിൻ്റെ ഇതായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഷോർട്ട് ടൈം കാർഡ്സ് തരുന്നുണ്ട്. സോ കറൻ്റ്ലി അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 20 ഫ്രീ ട്രൈസ് കിട്ടുമെന്നാണ്. അത് ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ചെയ്യുമ്പോഴും പിന്നെ ലോഗിൻ പ്രസൻ്റ് ആയിട്ടൊക്കെയാണ് തരുന്നത്. സോ ആക്ച്വലി ഇതിൻ്റെ കേസിൽ കുറേ പേർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ഇവർ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ മൂക്കിൽ നേരെ തൊടാതെ കറങ്ങി തൊടുന്ന പരിപാടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സോ ആക്ച്വലി ഫ്രീ ആയിട്ട് എന്താ പറയുന്നത്, പഴയ കാർഡുകളായിട്ടുള്ള ഷോർട്ട് ടൈം കാർഡ്സ് ഒരു പാക്കിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി കൊണാമി പറഞ്ഞിരിക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഷോർട്ട് ടൈം കാർഡുകൾ കാണുമെന്നാണ്. ഈ 12 ഷോർട്ട് ടൈം കാർഡിൽ നമുക്ക് ഓൾറെഡി 3 ഷോർട്ട് ടൈം കാർഡ്സ് ഇപ്പോൾ റിവീൽഡ് ആയിട്ടാണ് ഉള്ളത്. റൊണാൾഡീഞ്ഞോ, ഡേവിഡ് ബെക്കം, റൈക്കാർഡ്. സോ ഈ 3 കാർഡ് ഇപ്പോൾ റിവീൽഡ് ആണ്. സോ ജൂലൈ 10th ഈ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എത്ര കാർഡ്സ് അതിൻ്റെ അകത്തുണ്ട്, എത്ര പ്ലെയർ പാക്കാണ്, ഏതൊക്കെയാണ് ഷോർട്ട് ടൈം കാർഡുകൾ. സോ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന മൺഡേ, തേഴ്സ്ഡേ 2 ആഴ്ച കഴിഞ്ഞിട്ടേ ജൂലൈ 10th ആവത്തുള്ളൂ. സോ ഈ 2 ആഴ്ച എങ്ങനെ പോയാലും 4 മേജർ അപ്ഡേറ്റുകളാണ് വരുന്നത്, മൺഡേ തേഴ്സ്ഡേ ആയിട്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ 3 പ്ലെയേഴ്സ് വെച്ച് ഇങ്ങനെ റിവീലാവും ഏതൊക്കെയാണ് പുതിയ ഈ പാക്കിലുള്ള ഷോർട്ട് ടൈം കാർഡുകളെന്ന്. പക്ഷേ നമുക്ക് 20 ട്രൈ ആണ് ഉള്ളത്. ഈ പാക്കിൽ ഷോർട്ട് ടൈം കാർഡ്സ് മാത്രമായിരിക്കില്ല കാണുന്നത്, സാധാരണ 4 സ്റ്റാർ 1 സ്റ്റാർ പ്ലേയേഴ്സൊക്കെ കാണും. അങ്ങനെ കൊണാമി എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്ന പോലെ 20ലും 12 കാർഡും നിങ്ങൾക്ക് കിട്ടുന്നൊന്നുമില്ല. ഓക്കെ, ലക്ക് ബേസ് കളിയാണ് ഇതിലും. പക്ഷേ എന്നാൽ പോലും ഈ ഷോർട്ട് ടൈം കാർഡ്സൊക്കെ വളരെ അണ്ടർ റേറ്റഡും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാർഡുകളാണ്. സോ ഇതിൻ്റെയൊക്കെ ബിൽഡും ഇനി വരാൻ ചാൻസ് ഉള്ള എപ്പിക് ബിഗ് ടൈം ഷോർട്ട് ടൈം കാർഡ്സ് ചെയ്തെന്നൊക്കെ ഞാൻ പറയാം. സോ കറൻ്റ്ലി ഫസ്റ്റ് റൊണാൾഡീഞ്ഞോ ഗൗച്ചോ, ക്രിയേറ്റീവ് പ്ലേ മേക്കർ. ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ബിൽഡ്. വളരെ ഓൾറൗണ്ട് ബിൽഡാണ്, പക്ഷേ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് ഇപ്പോഴത്തെ ഒരു ടാക്ടിക്സിൽ. ക്രിയേറ്റീവ് പ്ലേ മേക്കർ കൊള്ളാവോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ഇനി ഫ്രാങ്ക് റൈക്കാർഡ്, ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ഫോർ ദിസ് കാർഡ്. എനിക്ക് തോന്നുന്നു കൊണാമി കുറച്ചൊക്കെ ഒന്ന് റിവീൽ ചെയ്യുമായിരിക്കും, ഒരു സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ സംഭവം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ബിഗ് ടൈമിൽ 20 ട്രൈയും അതിൻ്റെ കൂടെ തന്നെ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് തരുമായിരിക്കും. കാരണം എന്നാലല്ലേ കാര്യമുള്ളൂ. ഇത്രയും നല്ല കാർഡുകൾ തരുമ്പോൾ എങ്ങനെ പോയാലും ആ പാക്കിൽ ഒരു 150-200 പേരെങ്കിലും കാണും. അപ്പോൾ അതിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അവരൊരു സെലക്ഷൻ കോൺട്രാക്റ്റ് മേ ബി ജൂലൈ 10th റിവീൽ ചെയ്യുമായിരിക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. അത് വരുന്ന ആഴ്ചയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സോ ബാക്ക് ടു ദ പ്ലെയർ റിവ്യൂ. റൈക്കാർഡ് ഇൻസെയിൻ പ്ലെയർ. ലൈക്ക് ലുക്ക് അറ്റ് ദിസ്. CB കളിക്കാൻ പറ്റുന്ന ഓർക്കസ്ട്രേറ്ററാണ്. ഹിസ് സ്റ്റാറ്റ്സ് ആർ അമേസിങ്. പ്ലെയർ മോഡലും കണ്ടല്ലോ, ഒന്നും പറയാനില്ല. പിന്നെ അടുത്ത റിവീലായിട്ടുള്ള പ്ലെയറാണ് ഡേവിഡ് ബെക്കം. ഇനി ഞാൻ ഡേവിഡ് ബെക്കം അങ്ങനെ കളിപ്പിച്ചിട്ടില്ല, പക്ഷേ ഞാൻ പൊതുവേ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, കാരണം എൻ്റെ കയ്യിൽ സെർജിഞ്ഞോ ഉണ്ട്. പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബെക്കമിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാർഡുകളിലൊന്നാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വന്ന ഡബിൾ ബൂസ്റ്റർ കാർഡിനേക്കാളും ബെറ്ററാണ് ഈ കാർഡെന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കാരണം പാസിംഗ് ഒക്കെ ഒരു രക്ഷയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് എന്നാൽ പോലും എനിക്ക് കംസ് ടു യൂസബിലിറ്റി കുറച്ച് പാടാണ്. കാരണം ആളെ കൊണ്ട് വേറെ കാര്യമൊന്നുമില്ല, നമ്മൾ ആളെ ഇട്ട് കളിപ്പിക്കേണ്ടി വരും. നമ്മുടെ ഗെയിം സ്റ്റൈലിൽ ഇപ്പോഴത്തെ കറണ്ട് ടാക്ടിക്കിൽ ആൾ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് റിയലി നൈസ് പ്ലെയർ ടു ഹാവ്. പിന്നെ ഇനി മുതൽ പറയാൻ പോകുന്ന പ്ലെയേഴ്സ് ഒരു പ്രെഡിക്ഷൻ ആണ്, മനസ്സിലായോ, വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ബേസിൽ. സോ നെക്സ്റ്റ് ഫാബിയോ കനവാറോ, വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്ട്രോയേഴ്സ് ഇൻ ദ ഗെയിം, വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റ്സ് ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ ദ OG, ദ ഗോട്ട്. എനിക്ക് ആളിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാർഡ് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്ലെയേഴ്സിൻ്റെ മിഡ്ഫീൽഡ് ഒരു രക്ഷയില്ലാതെയാവും. ബ്രോ, ദിസ് പ്ലെയർ ഇസ് ഇൻസെയിൻ മാൻ. പാട്രിക് വിയറ, ലുക്ക് അറ്റ് ദിസ് പ്ലെയർ മോഡൽ. 199 മാക്സ്ഡ് ഔട്ടാണ്. ഇൻ്റർസെപ്ഷൻ തോട്ട പോലത്തെ കാലൊക്കെ എടുത്ത് അണ്ണാക്കിലോട്ട് വെച്ചുതരും. സോ ഇതാണ് ഞാൻ പോയിരിക്കുന്ന ബിൽഡ്. കസ്റ്റം ബിൽഡ് ചെയ്യാക്കും, 80 ആക്സലറേഷൻ ഒക്കെ കൊടുക്കാൻ പറ്റും. ഇൻസെയിൻ കാർഡ് പാട്രിക് വിയറ. അടുത്ത മാർക്കോ വാൻ ബാസ്റ്റൻ. കുറച്ച് അണ്ടർവെൽമിംഗ് ആണ്. പണ്ട് ഈ നൊസ്റ്റാലജിയ ആണല്ലോ ഇപ്പോഴത്തെ ക്യാമ്പയിൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പ്ലെയേഴ്സ് പെസ്സൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയേഴ്സിന് അറിയാം എന്തുമാത്രം ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു മാർക്കോ വാൻ ബാസ്റ്റൻ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഗെയിമിൽ ഈ കാർഡ് വളരെ അൺയൂസബിൾ ആയിരുന്നു. ഇത് നോക്കൂ, 90 സ്പീഡിന് 80 ആക്സിലറേഷൻ, ലൈക്ക് കമോൺ മാൻ.
നമുക്ക് ഇപ്പോഴത്തെ ടാക്ടിക്കൽ യൂസ് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഈ കാർഡ് പിന്നെ കുറച്ചും കൂടെയൊക്കെ യൂസബിൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ബോക്സ് ഇൻ ദ ബോക്സ് ആണ്, പക്ഷേ ബാക്ക് ഇൻ ദ ബെസ്റ്റ് ടൈം ബ്രോ, മാർക്കോ വാൻ ബാസ്റ്റൻ വാസ് സംതിങ് എൽസ്. അടുത്ത റൊമാറിയോ, ഇറ്റ്സ് മീ റൊമാറിയോ. ഒന്നും പറയാനില്ല, ലുക്ക് അറ്റ് ദി സ്റ്റാറ്റ്സ് മാൻ, ഇൻസെയിൻ സ്റ്റാറ്റ്സ്. ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, ചിലവർക്ക് ഈ പ്ലേ സ്റ്റൈൽ പിടിക്കത്തില്ല, പക്ഷേ റൊമാറിയോ ഇസ് ഇൻസെയിൻ മാൻ, കളിച്ചോളും. എല്ലാവർക്കും യൂസ്ഫുൾ ആണ് റൊമാറിയോ. അടുത്ത സീക്കോ, ഗെയിമിലെ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയേഴ്സ് എവർ. ക്ലാസിക് നമ്പർ 10 ആണ്. ദി സ്റ്റാറ്റ്സ് ആർ അമേസിങ്. റൂഡ് വാൻ വിസ്റോയ്, എൻ്റെ കയ്യിൽ റൂഡ് വാൻ വിസ്റോയ് എൻ്റെ മൊബൈലിലുണ്ടായിരുന്നു, എനിക്ക് ഫ്രീ ട്രയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കാർഡ് വന്ന സമയത്ത്. ഇൻസെയിൻ കാർഡ് മാൻ. ഇപ്പോഴത്തെ ടാക്ടിക്കൽ, ഇപ്പോഴത്തെ ഗെയിം പ്ലേയിൽ എന്തുമാത്രം യൂസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല, ബട്ട് ലെറ്റ്സ് സീ. അടുത്ത റിവാൾഡോ, ഹീസ് സ്ലോ ബട്ട് ഗുഡ് ഓൺ ദ ബോൾ. മൈക്കിൾ ഓവൻ, ഒന്നും പറയാനില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കാർഡിനേക്കാളും ബെറ്ററാണ് ഈ കാർഡ്, നോ ഡൗട്ട്. ദിസ് കാർഡ് ഇസ് ഇൻസെയിൻ. റോബർട്ടോ കാർലോസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഒഫൻസീവ് വിങ് ബാക്സ്, അറ്റാക്കിംഗ് ഫുൾ ബാക്സ് ഇൻ ദ ഗെയിം. ദി സ്റ്റാറ്റ്സ് കണ്ടോ, ഈ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിയാണ് ലൈക്ക് ഇതൊക്കെ, ഈ കാർഡുകളൊക്കെ ഇത്തിരി യൂസ്ഫുൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഈ ഫുട്ബോൾ സമയത്താണ് ഈ കാർഡുകൾ വന്നത്, ബട്ട് കമ്പയർഡ് ടു ഇപ്പോഴത്തെ ഡബിൾ ബൂസ്റ്റർ വെച്ച് നോക്കുമ്പോൾ ദീസ് കാർഡ്സ് ആർ ഫാർ ബെറ്റർ ദാൻ ദോസ് മാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 12 പ്ലെയേഴ്സ്. ഇതെല്ലാം പ്രഡിക്ഷൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ വരാതിരിക്കാം, കാരണം ഗെയിമിൽ ഇഷ്ടം പോലെ നിങ്ങൾ നോക്കിയാൽ എന്താ, ഇതെല്ലാം ഷോർട്ട് ടൈം കാർഡുകളാണ്. ഓക്കെ, ഇതൊക്കെ മാറ്റി വെച്ചു, നെയ്മറിൻ്റെ കാർഡുകളൊക്കെ മാറ്റി വെച്ചു. പഴയ പ്ലെയേഴ്സിൻ്റെ കാർഡ്, ലെജൻസിൻ്റെ മാത്രം നോക്കിയാൽ മതി. ലൈക്ക് കനവാരോ, പാട്രിക് വിയേറ, ഈ 2 കാർഡുകളൊന്നും വരത്തില്ല. ഇത് നെയ്മറും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഇതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ലൈക്ക് ഈ റുമിനിക ഒന്നും റിലീസാവാത്ത കാർഡാണ്. ലൈക്ക് ദിസ് വൺ, മാർക്കോ വാൻ ബാസ്റ്റൻ. പിന്നെ ഏത് ലെജൻഡാവുള്ള ഇതാ, അഡ്രിയാനോ ഇൻസെയിൻ മാൻ. അഡ്രിയാനോ, വെസ്ലി സ്നൈഡർ, റൗൾ, മത്തയോസ് ഇസ് എ ഗ്രേറ്റ് പ്ലെയർ. എൻ്റെ ഏതായാലും ഈ ബെക്കത്തിൻ്റെ ഇനി ഈ കാർഡ് വരും തോന്നുന്നില്ല. ഫ്രാങ്ക് റൈക്കാർഡ്, കമ്പാസിയോ, ഇത് റിലീസായിട്ടില്ല. ദ ഗോട്ട് ഇൻസാഗി ബ്രോ. ഇൻസാഗി പെസ് കളിക്കുന്നവർക്ക് അറിയാം ഇൻസാഗി എന്ത് കിടിലായിരുന്നു. ഇൻസാഗി, അതുപോലെ തന്നെ ഐ ഡോണ്ട് തിങ്ക് ടൊമിയാസോ വിൽ കം. സ്റ്റോക്കോവിച്ച്, പിന്നെ ഈ വില്ല, പിന്നെ വിൽഷെയർ, പിന്നെ വേറെ ബെന്യാഡറൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു കാർഡുണ്ട് ഈ ഇടയ്ക്ക് വന്നേ, ആ കാർഡ് ഇപ്പോൾ കാണുന്നില്ലല്ലോ. ദിസ് വൺ, മറന്നുപോയി. ഫോർലാൻ, ഓഗൻ താലർ, ഇങ്ങനത്തെ ഇഷ്ടംപോലെ കാർഡ്സുണ്ട്. ഇതിൽ ഏത് വേണോ വരാം. അപ്പോൾ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നിയിട്ടുള്ള ഫാബിയോ കനവാരയും പാട്രിക് വിയേറയും വരാനൊക്കെ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു 3 ഡിഫൻഡേഴ്സ്, 3 മിഡ്ഫീൽഡേഴ്സ്, 3 അറ്റാക്കേഴ്സ്, അങ്ങനെയായിരിക്കും വരുന്നത്. സോ അങ്ങനെ വരികയാണെങ്കിൽ കനവാരോ ആൻഡ് പാട്രിക് വിയേറ വരേണ്ടതാണ്. ഓക്കെ, സോ ഇതാണ് ബിൽഡ്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഇതാണ്. ഇതിൽ ആര് വേണോ വരാതിരിക്കാം. ഇനി ചിലപ്പോൾ ഷോർട്ട് ടൈം കാച്ചും വരാതിരിക്കാം, തമ്പുരാനറിയാം. കാരണം കൊണാമിയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. സോ ഇനിയും ഈ പാക്കിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും റിവീൽ ആവാനുണ്ട്. ഓക്കെ, ഈ 30th ആനിവേഴ്സറിയിൽ 20 ട്രൈ ഉണ്ട്. അപ്പോൾ 20 ട്രൈ നമുക്ക് ചാൻസ് ഡീലാണ്. അപ്പോൾ ഈ പാക്കിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ടെന്ന് അറിയാൻ വയ്യ. 12 ഷോർട്ട് ടൈം കാർഡ്സ് കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ 12 ഷോർട്ട് ടൈംസ് വരുന്നത് ജസ്റ്റ് 100 പ്ലെയേഴ്സ് കൂട്ടത്തിലൊന്നും ആയിരിക്കുമല്ലോ. 200-300 പ്ലെയേഴ്സിൻ്റെ പാക്കിലായിരിക്കും വരുന്നത്. അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ജൂലൈ 10th കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്, ആരൊക്കെ ഇല്ല എന്നറിയാക്കുന്നത്. സോ അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഫ്രീ ട്രൈസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. മേ ബി ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 10 ട്രയൽ ഇങ്ങനെ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റോ, അല്ലെങ്കിൽ 20 ട്രയൽ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റോ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. വരാതിരിക്കത്തില്ല, ഐ തിങ്ക് സോ. ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു നല്ല അസറ്റായിട്ടുള്ള പ്ലെയേഴ്സാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നിട്ടുള്ള ലൈക്ക് എപ്പിക് മൊമെൻറ്റ്സ്, ബിഗ് ഷോർട്ട് ടൈം, എപ്പിക് ബൂസ്റ്റർ, ഇതിലൊക്കെ വെച്ച് ദിസ് ഷോർട്ട് ടൈം കാർഡ്സ് ആർ ദ ബെസ്റ്റ് മാൻ. സീരിയസ്ലി, ഇപ്പോഴത്തെ ഡബിൾ ബൂസ്റ്റർ കാർഡ്സിനേക്കാളും ബെറ്ററാണ് ഈ ഷോർട്ട് ടൈം കാർഡ്സ്. സം ഓഫ് ദം എസ്പെഷ്യലി റൈക്കാർഡ്, ലൈക്ക് റിയലി ഗുഡ് പ്ലെയർ. പക്ഷേ ഇപ്പോഴത്തെ റൈക്കാർഡാണ് സ്റ്റാറ്റ്സ് വൈസ് ഒക്കെ ബെറ്റർ. ബട്ട് എന്നാലും ഐ വുഡ് സേ ദീസ് കാർഡ്സ് വേ ലൈക്ക് റിയലി ഗുഡ് ടു ഹാവ് മാൻ ബാക്ക് ഇൻ ദോസ് ഡേയ്സ്. ഇപ്പോൾ വരുന്ന ഡബിൾ ബൂസ്റ്ററിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ വിലയെ പോയി കാർഡുകളുടെ. പക്ഷേ ഒരു നൊസ്റ്റാൾജി ഇവൻ്റാണ്. ഞാൻ പെസ്സൊക്കെ കളിച്ച ഒരു പ്ലെയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു അഡ്രിയാനോ ബാജിയോടെയൊക്കെ പാക്ക് കാണുമ്പോൾ ലൈക്ക് ചെറിയൊരു ഇത്, നമുക്കത് അങ്ങനെയുള്ള പൈസ ഒന്നുമില്ല.
എന്നാലും ഇറ്റ് ലുക്സ് ഗുഡ് മാൻ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. എന്തെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റിൽ ഇടണം. കാരണം എല്ലാവരും പല പല കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് മോർ എന്ന് ഇവിടെ വെണ്ടക്കേശത്ത് എഴുതി വെച്ചേക്കുന്നത്, തമ്പുരാനറിയാം. സോ ലെറ്റ് സി. ആൻഡ് മോർ എന്നും കൂടെ ആൻഡ് മോർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ there might be something else. Let's see. Peace.